പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചു. പകൽ സമയങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നത് മൂലം ജനങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മഴ പെയ്ത് ഭൂമി ഒന്ന് നനഞ്ഞെങ്കിലും കിഴക്കൻ മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷി ചെയ്യുവാൻ ആരും തന്നെ മുൻപോട്ട് വരുന്നതുമില്ല. ഇവിടെ നല്ല മഴ, ഇന്നലെ ശക്തമായൊരു മഴ കിട്ടി. മിനിഞ്ഞാന്ന് മുഴുവൻ മഴയുണ്ടായിരുന്നു. 2-3 ദിവസം കുറേച്ച. ഇന്നലത്തെ മഴ നല്ല മഴയായിരുന്നു. മുമ്പ് ഭയങ്കര ചൂടായിരുന്നു. അതിന് മുമ്പ് ജലത്തിന് ഇവിടെ ഡാമൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളം മനുഷ്യൻ വണ്ടിയിൽ അടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഓരോ വീട് കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചായത്ത് പൈപ്പുകളിലൊക്കെ വെള്ളം ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ കിടത്തുള്ളൂ. അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വന്യമൃഗങ്ങൾ അവരുടെ നാടായത്. അവരുടെ നാടെന്ന് പറഞ്ഞാൽ ആന, കടുവ, പുലി, പന്നി, കേഴ, ബ്ലാവ്, അതൊക്കെ ശരവർഷമില്ല മനുഷ്യൻ നടക്കുന്ന പോലാണ് ഇതിലൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒത്തിരി ഉപദ്രവമുണ്ടാകും. രാത്രി ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു. വാഹനം ഇടിക്കുകയും ബ്ലാവ് ചാവുന്ന സംഭവമുണ്ട്. പന്നി ഇടിച്ച് ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൃഷി സംബന്ധമായി കൃഷി ചെയ്യാനൊക്കത്തില്ല. ഒരു കൃഷി ഇവിടെ ചെയ്താൽ ആർക്കും യാതൊരു പ്രയോജനം ഉണ്ടായില്ല. കൃഷി ചെയ്താൽ ഒന്നീ പന്നി കൊണ്ടുപോകും, അല്ലെങ്കിൽ കുരങ്ങ് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ബ്ലാവ് വരും, ഇല്ലെങ്കിൽ കേഴ വരും. എന്തെല്ലാം കാട്ടുമൃഗങ്ങളെല്ലാം കൂടെ ഒരു കൃഷിയും നമുക്ക് തരത്തില്ല. അതുകൊണ്ട് ഈ പ്രദേശത്ത് കൃഷി എന്ന് പറയുന്ന സമ്പ്രദായമില്ല. ആരും കൃഷി ചെയ്യുന്നില്ല. എല്ലാ സാധനവും വില കൊടുത്ത് മേടിച്ച് അനുഭവിക്കുക ചെയ്തത്. ആന, കടുവ, പുലി, കേഴ, കുരങ്ങ് എന്നിവ മിക്ക സമയങ്ങളിലും ഈ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു. ഇതുമൂലം കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും അപകട സാധ്യത ഏറെയാണ്. ഇതോടൊപ്പം മണിയാർ ഡാമിനോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്കും മറ്റുമായി വിശ്രമിക്കുവാനുള്ള കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിസരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ കൊണ്ട് വൃത്തിഹീനമായി കിടക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം കൊട്ടിഘോഷിക്കുമ്പോഴും ഇത്തരം കേന്ദ്രങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. സിറ്റി ന്യൂസ്, റാന്നി.